ഹായ് കൂട്ടുകാരെ, ദേവുട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീടൊക്കെ ഒന്ന് ചുക്കിലി അടിക്കുകയും ഒന്ന് ഒതുക്കിപ്പെറുക്കുകയൊക്കെയാണ്. എൻ്റെ മോളല്ല അടുക്കിപ്പെറുക്കുന്നത്, കൂടെ എൻ്റെ അമ്മയുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കുക്കിങ്ങാണ്, ചോറും കറിയൊക്കെ വെക്കുകയാണ്. രാവിലത്തെ എല്ലാം കഴിഞ്ഞു, പുട്ടും പഴമായിരുന്നു. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റെഡിയാക്കുവാണ്. അവളുണ്ട് അവിടെ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു കുസൃതി കാണിക്കുന്നുണ്ട്. നോക്കിയേ, ഒരു കുപ്പി കിട്ടി, അതിട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. അതിനെ അവിടെ കൊണ്ട് കൂട്ടിയിട്ടിട്ട് കിടക്കത്തില്ല. അവിടെ ഇത് കണ്ടോ, ഒരു കുപ്പി കിട്ടി, അതാണ് പരിപാടി. ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് അപ്പുറത്ത് കൊണ്ടിട്ട് അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടിടും. ഇതാണ് അവരുടെ കൂടെ നിന്ന് അതും അങ്ങ് ജോലി ചെയ്യുക. ആ സെറ്റിയൊക്കെ ഇളക്കി മാറ്റി അതിൻ്റെ അടിയിലുള്ള പുഴുക്കും എല്ലാം തൂത്ത് വാരുകയാണ്. എനിക്ക് പൊടി അടിക്കാൻ പറ്റത്തില്ല. പൊടി അടിച്ചാൽ എനിക്ക് തുമ്മലും ചീറ്റലും. അത് കാരണം ഞാനങ്ങനെ ചുക്കിലി അടിക്കാറില്ല. എൻ്റെ ഭർത്താവ് വീട്ടിൽ ഇരിക്കുമ്പോൾ പുള്ളിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂത്തുവാരല്ല, ചുക്കിലിയൊക്കെ അടിച്ചു തരും. പിന്നെ തൂത്തൊക്കെ അടിക്കുകയും ഭാര്യയും തുടക്കുകയൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ രാവിലെ കഴിച്ചിട്ട് തൂത്തുവാരൊക്കെയാണ്. എൻ്റെ മോളുണ്ട്, അവൾ രാവിലെ തൊട്ടെല്ലാം അടുക്കി പെറുക്കി കുറേ എല്ലാം ഒതുക്കി. എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ഇതിനു വേണ്ടി പേപ്പറും ഇവിടെ പരിപാടി ചെയ്ത്. ഇവിടെ ഉണ്ടല്ലോ ഇരുന്നോണ്ട് പടം വരയും പഴയ ബുക്കിൽ നിന്ന് പേപ്പർ കീറുക, അതുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കുക. എനിക്ക് ഇവിടെ എല്ലാം എന്നിട്ട് ഫാനിടുമ്പോൾ അത് കറങ്ങി അത് ആ സെറ്റിയുടെ അടിയിൽ കയറും. അപ്പോൾ അവൾക്ക് തന്നെ പണി. അല്ല, അവൾ ഓരോന്നും ഉണ്ടാക്കുന്നതുണ്ടോ, ഇതൊക്കെ അവിടെ പരിപാടികൾ. അതുകൊണ്ട് ഞാൻ തൂത്തുവാരിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെയെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് തൂത്തടിക്കാവുന്നതും കൊണ്ട് എല്ലാം ഇട്ടിരിക്കുവാണ്. ഇനി മീൻ വെട്ടാനിരിപ്പുണ്ട്. നല്ല മത്തി കിട്ടി, മത്തി വെട്ടി കറി വെക്കണം. എനിക്ക് 2 ദിവസമായി ഭയങ്കര തലവേദനയാണ്. അത് കാരണം അങ്ങോട്ട് വലുതായിട്ടങ്ങ് ഒരു ഉഷാറില്ല. എന്നാന്നതിന് മഴയുടെയാണോ എന്തോ എന്നറിയില്ല, തൊണ്ടയുടെ പതുണ്ട്. അതങ്ങോട്ട് മാറ്റിയത് വേസ്റ്റിനകത്ത് ഇടാത്ത വേസ്റ്റാണ് അല്ലല്ലോ. ഞങ്ങൾ വൃത്തിയൊക്കെ ആക്കിയിട്ട് ബാക്കി ഒക്കെ കാണിക്കാം. വേണ്ട, അവൾ കാണിക്കുന്നുണ്ട് അവിടെ പുറകെ നടക്കും. കണ്ടോ, അവൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നല്ല പരിപാടി. ഞാൻ പാത്രം എല്ലാം കഴുകി പെറുക്കി ഒതുക്കി എല്ലാം വെച്ചു. പിന്നെ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. അരി അടുപ്പിലിട്ടു. ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എനിക്ക് വയ്യാഞ്ഞുകൊണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഞാൻ ഇരിക്കുക, ഇച്ചിരി ചൂടുവെള്ളമൊക്കെ അനത്തിക്കൊണ്ട് വരും. ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ അതിൻ്റെ അസുഖം കണ്ടോ, എനിക്ക് ആ കുപ്പി കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടോ. ബാടി ഉപ്പി കുട്ടി, എൻ്റെ കാലേ കയറുകയും പോ. അയ്യോ, എന്നെ കടിക്കല്ലേ, കടിക്കത്തൊന്നുമില്ല. ഇന്ന് കാലയിലൊക്കെ വന്ന് നാക്കും. എനിക്ക് പേടിയാണ് പട്ടി ഇങ്ങനെ നാക്കുന്നത്. ആ പെണ്ണിനൊരു പേടിയില്ല, അവൾ അവിടെ കാലൊക്കെ നക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നെ പണ്ട് കൊച്ചിലേ പട്ടി കടിച്ചു. എനിക്ക് അതിൽ പിന്നെ പട്ടിയെ ഭയങ്കര പേടിയാണ്. വീട്ടിൽ വളർത്തിയാലും കൊള്ളാം. ഇവിടെ എല്ലാം അടുക്കി പറക്കാനാണ്. ഇവിടെ പാവകളും ഒക്കെയാണ്. ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കണം. അവിടെയുണ്ട്, അവിടെ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുന്നു. TV സ്റ്റാൻഡിരിക്കുന്നിടം എല്ലാം പൊടിയപ്പോൾ എനിക്കതൊന്നും തുടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് പൊടിയൊന്നും അടിച്ചാൽ മതി, പിന്നെ എൻ്റെ കാര്യം പോക്കാവും. കാരണം ഞാൻ അങ്ങനെ ചിലപ്പോൾ നനഞ്ഞ തുണിയെ കൊണ്ട് ഇങ്ങനെ തുടച്ച് മാറ്റത്തേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ അടിച്ചാൽ അന്ന് പണി കിട്ടും എനിക്ക്. അഹങ്കാരം പിടിച്ചൊരു സാധനം കിടക്കുന്നുണ്ട്, ഉണ്ടോ, ഇത്രയും ഞൊരപ്പ് പിടിച്ചത്. അവരുടെ തൂത്തുകാരൊക്കെ കഴിഞ്ഞ് ഞാൻ തൂത്തുവാരുവാണ്. അവർ മടുത്തു. അപ്പോൾ ഇനി എൻ്റെ കൈ തന്നു. ഗായ്സ്, പൂപ്പീനെ കണ്ടണേ, ബലൂൺ തട്ടി കൊടുക്കണേ. അവരുടെ തൂത്തുവാരെല്ലാം കഴിഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തൂത്ത് തുടച്ചു. തുടയ്ക്കാനുള്ളൂ.
അതിന്നില്ല, നാളത്തേക്കേ ഉള്ളൂ. ഇനി എനിക്ക് അതിനിപ്പോൾ അടുത്ത വിഷുവിന് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഇനി ഇതെല്ലാം തുടച്ചെടുത്ത് വെക്കണം ഒരു കവറിനകത്താക്കി. നല്ല ഐശ്വര്യമുള്ള കൃഷ്ണനാണേ. ഇതെല്ലാം ഇല്ല, അടിയിൽ നിന്ന് കിട്ടിയതാണ്. പേപ്പറൊക്കെയാണ്. കൊച്ചിവിടെ എല്ലാം പേപ്പർ വലിച്ചു കയറിയിരുന്നതാണ്. എനിക്ക് ഇതെല്ലാം ഞാൻ കിട്ടി ഓരോ മുറിയിൽ നിന്ന് തൂത്തുവാരി എടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഓൺലൈനിൽ മേടിച്ചതാണ്. റെസ്റ്റ് എടുത്തു. വാരി കഞ്ഞി അടുപ്പേ കിടക്കുന്നുണ്ടോ. ഇവിടെയാണ് ചോറ് വെക്കുന്നത്. പിന്നെ തുണി അലക്കി വെളിയിലോട്ടൊന്നും വിരിക്കാൻ സൗകര്യമില്ല. ഇവിടെയൊക്കെ ആയിരുന്നു, ഇവിടെ അയയിട്ട് ഇവിടെ തുണിയെല്ലാം വിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ തൂത്തുവാരും അടുക്കിപ്പെറുക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ വായോ, ഇതാണ് അമ്മയുടെ മുറി. അമ്മ കിടക്കുന്നതാണ്, എൻ്റെ അമ്മ കിടക്കുന്നതോ. ഇതാ മുറി കണ്ടോ. അവിടെ ഒരു ചെറിയ അയയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് രണ്ടു പെട്ടിയൊക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു പഴയ കസാര. പിന്നെ ഇതാണ് എൻ്റെ മോൻ്റെ മുറിയാണ്. അവനിപ്പോൾ ഇല്ല. കട്ടിലൊക്കെ നടുക്കായിട്ട് ഇട്ടിരിക്കുന്നതിന് പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പേടിയാണ്. കട്ടിലൊക്കെ അത് വേറെ നടുക്ക് ആക്കി ഇട്ടിരിക്കുവാണ്. മോൻ്റെ മുറിയാണ്. പിന്നെ ഞങ്ങളുടെ മുറി കാണിച്ചു തരാം. എല്ലാം അടുക്കി പെറുക്കി, ഞാനും പെണ്ണും കൂടെ കൂടിയല്ല, അവളവിടെ എല്ലാം അടുക്കി എല്ലാം പെറുക്കി ഒതുക്കി വെച്ച്. ഇതാണ് ഞങ്ങളുടെ മുറിയാണ്. ഈ ബെഡ്ഷീറ്റ് ഉണ്ടോ, നല്ല ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്, നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്. ഇല്ല, അപ്പം ഞങ്ങളുടെ മുറി ഇത് ഒരു അലമാരിയുണ്ട്. പിന്നെ പെണ്ണിൻ്റെ വാവയാണ്. ഇവിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ ഇതുണ്ടോ. ഇതിന് 300 രൂപയുള്ളൂ, പക്ഷേ നല്ല വലുപ്പമൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു തടിയലമാരിയുണ്ട്. അതേ ഉള്ളൂ. ഞാൻ മോൻ്റെ മുറിയിലാണ് ഒരു അലമാരി ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സിറ്റ് ഔട്ട് കാണുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, അവൾ അടുക്കി പെറുക്കില്ല വൃത്തിയാക്കി. ഇവിടെ എല്ലാം പൊടിയായിരുന്നു, എല്ലാം അവൾ തുടച്ച് നല്ല അടിപൊളിയാക്കി. TV സ്റ്റാൻഡിൻ്റെ അവിടെ ഒക്കെ തുടച്ച്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടാണ് കണ്ടോ, അതേ പോയിരുന്നു ഇവിടെ എല്ലാം തൂത്ത് തുടച്ച്. അതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് ഇരിക്കാനായിട്ട്. ഉണ്ട്, അതാ പരിപാടി ഡെയിലി. ഓ, കാല കയറുക, ഉള്ള സമയങ്ങളൊന്നും തന്നെ എൻ്റെ കാലേ കടിക്കുക. പൊയ്ക്കാണോ അവിടുന്ന്? തട്ടിയെ പിടിച്ചാൽ ഇടാനായിരിക്കും. പെറുക്കി അന്നേരം. പിന്നെ അടുക്കളയൊക്കെ ഒതുക്കി. ഞാൻ മീൻ വെട്ടിയല്ല, അമ്മ മീൻ വെട്ടി തന്നു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ്. ഇനി മീൻകറി വെക്കണം. ഇവിടെ രാവിലെ വല്ല കാപ്പി ഉണ്ടാക്കും, ചായ ഇടും. പിന്നെ ഞാൻ മീൻകറിക്കൊക്കെ അല്ല അരപ്പൊക്കെ ഇതിനകത്ത് ചൂടാക്കിയിട്ട് നമ്മൾ വെളിയിൽ വർക്ക് ഏരിയ ഉണ്ട്, അവിടെ അടുപ്പും. ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു കേട്ടോ. ഇവിടെ അടുപ്പുണ്ട്, ഇവിടെ കൊണ്ടുപോയി ഞാൻ വെച്ച് പിന്നെ കറി അടുപ്പ് വെക്കുന്നു. മീനെല്ലാം അരപ്പെല്ലാം അതിനകത്ത് വെച്ച് ചൂടാക്കിയിട്ട്
ചട്ടിക്കകത്ത് വെച്ച് ഈ അടുപ്പേ കൊണ്ടുവെക്കും. അപ്പോൾ ഈ കഞ്ഞി വെച്ച ഉടനെ ഈ അടുപ്പിലെ തീയും പോവുകയില്ല, കറി അപ്പോൾ ഇതിനകത്തിരുന്ന് വെന്തോളൂ. ഇതാണ് വെളിയിൽ അയ കെട്ടാനായിട്ട് താഴെ ഇറങ്ങിപ്പോണം. അതിന് ഞാനിവിടെ അയ കെട്ടിയിരിക്കും തുണിയെല്ലാം വിരിക്കാൻ. അടുക്കളയിൽ ഒരു ബാത്റൂമുണ്ട്, അടുക്കളയിൽ ഒരു ബാത്റൂമുണ്ട്, മുറി രണ്ട് ബാത്റൂമുണ്ട് മുറിക്കകത്ത്. അത് ഞാൻ കാണിച്ചില്ല. ഇത് പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. ഇവിടെ നമ്മുടെ കല്ലു നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഇവള്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. ഇതിലേ കൂടെ താഴോട്ടിറങ്ങാം. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയാൽ താഴോട്ട് പോകും, ഫ്രണ്ടിൽ കൂടെ ചെന്നാലും താഴോട്ടിറങ്ങും. ഇനി കറിയൊക്കെ വെക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ കാണാൻ മറക്കല്ലേ. Bye.